ഹലോ. അപ്പോൾ 17ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വൈകിട്ടൊരു 4 മണിയായപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോഴേക്കും വാപ്പിച്ച് ചക്കയൊക്കെ വെട്ടി നന്നാക്കി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കടിയായിട്ട് എന്നാൽ പിന്നെ ചക്കപൊരിയും സമൂസയും ആക്കാമെന്ന്. ഇന്ന് ഫുഡിന് നെയ്ച്ചോറും ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാത്തിലേക്കും സവാള വേണം. അപ്പോൾ അതെല്ലാം നന്നാക്കി സമൂസയുടെ മസാലയ്ക്കുള്ള സവാള ഞാൻ ഇതുപോലെ അരിഞ്ഞ് മാറ്റി വെച്ചായിരുന്നു. ഞാൻ കട്ട്ലേറ്റ്, സമൂസ അങ്ങനെയുള്ള കടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ സവാള ഇതുപോലെ അരിയുള്ളൂ. കാരണം മസാല പെട്ടെന്ന് വഴന്ന് വരുമല്ലോ. ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഉമ്മിച്ചി ചിക്കൻ കറിയിലേക്കും നെയ്ച്ചോറിലേക്കുള്ള സവാള അരിയുന്നുണ്ടായിരുന്നു. ഉമ്മിച്ചി ചിക്കൻ കറി തേങ്ങ വറുത്തരച്ചാണ് കേട്ടോ വെക്കാറ്. അപ്പോൾ അതിലേക്കുള്ള തേങ്ങ ഭാബി ചിരവുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് സംസാരിച്ചൊക്കെ പണികളൊക്കെ ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് പണികളൊക്കെ കഴിയും കേട്ടോ. സവാളയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ സമൂസയുടെ മസാല റെഡിയാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ചക്കപ്പൊരിക്കുള്ള മാവും കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ കറിയിലേക്കുള്ള തേങ്ങ വറുത്തപ്പുറം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്ത് ഭാബി ചിക്കൻ കറിയിലേക്കുള്ള ചിക്കൻ പൊരിച്ച് മാറ്റുന്നുണ്ടായിരുന്നു. സമൂസയുടെ മസാല റെഡിയാക്കി വെച്ചിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് അരിയാൻ വേണ്ടി പോയി. ജ്യൂസ് അടിക്കാനുള്ള മാങ്ങ അരിഞ്ഞ് വെച്ചപ്പോൾ ഭാബിയാണ് കേട്ടോ അത് ചെയ്തത്. അപ്പോൾ ഉമ്മിച്ച് ചിക്കൻ കറി വെക്കാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈമിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഞാൻ ചക്കപ്പൊരിയും സമൂസയൊക്കെ ഫ്രൈ ചെയ്തെടുക്കണമായിരുന്നു. ആ സമയം കൊണ്ട് തന്നെ ഉമ്മച്ചിയുടെ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.